ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം ഒരു ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ശരിയായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. ഇപ്പോൾ നേരെ വീഡിയോയിലിട്ട് പോകാം കേട്ടോ. അപ്പോൾ ദേ ഇന്ന് ഉമ്മച്ചി വന്നപ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുവന്നത് നമുക്ക് നോക്കാട്ടോ. ഇന്നത്തെ ഒരു ഈവനിങ് വ്ളോഗ് തന്നെ കാണാം. നൈറ്റ് വരെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഉമ്മച്ചി ഒരു റോൾ കൊണ്ടുവന്നിട്ടോ. ഉമ്മച്ചി ബേക്കറിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് അടിപൊളി റോളൊക്കെ കൊണ്ടുവന്നിരുന്നു. അതിന് ശേഷം ഒരു മിഠായി കൊണ്ടുവന്നു കേട്ടോ. അത് മിഠായി ഇപ്രാവശ്യം ഗിഫ്റ്റ് കൊണ്ടുവരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നോക്കിയപ്പോൾ 2 എണ്ണം ബാക്കി ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു, വീഡിയോയ്ക്കും കൂടി വേണ്ടിയിട്ട് ഗിഫ്റ്റും ഇത് കൊടുത്ത് വന്നു. അപ്പോൾ ആ മമ്മു മിഠായി തുറന്നെങ്കിൽ അതിൻ്റെ ഉള്ളിലൊരു കാർഡ് ഉണ്ടാവും. ആ കാർഡ് സ്ക്രാച്ച് ചെയ്യുമ്പോൾ ഒരു നമ്പർ, ആ നമ്പറിലാണ് നമുക്ക് ഗിഫ്റ്റ് ഉള്ളത്. മമ്മൂന് കിട്ടിയതൊരു പാമ്പും കോണിയാണ് കേട്ടോ. എനിക്ക് കിട്ടിയത് അതിൽ നിന്ന് എന്തുവാ കുറേ 10ൻ്റെ നോട്ടുകളുമാണ് കേട്ടോ. അപ്പോൾ ഇതേ മമ്മു അതിങ്ങനെ ഉരച്ച് നോക്കണ്ടേ എന്തൊക്കെ കിട്ടാമെന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പം ദേ മമ്മൂന് അതിൽ നിന്ന് കിട്ടിയത് 16 കേട്ടോ, നമ്പർ 16. അതിലാണ് പാമ്പും കോണിയുള്ളത്. ഉമ്മച്ചി അതും കൊണ്ട് വന്നു. അപ്പം അത് മമ്മൂന് കൊടുത്തിട്ടുണ്ട്. അപ്പം അടുത്തത് ഞാനെടുത്ത് സ്ക്രാച്ച് ചെയ്യാൻ പോവാണ് കേട്ടോ. ദേ മമ്മൂൻ്റെ കാർഡൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഞാനും എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഇത് എന്തിട്ടാന്ന് അറിയാൻ വേണ്ടി ഞാനും പൊട്ടിച്ച് നോക്കണം. എനിക്കതിൽ നിന്ന് കിട്ടിയത് 11 കേട്ടോ. അതിലാണെങ്കിൽ 10ൻ്റെ കുറേ ചെറിയ മിനി നോട്ട്സാണ് കിട്ടിയത്. ഞാനും ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യണമൊക്കെ കേട്ടോ. കുറേ നാളായിട്ട് ഇങ്ങനത്തെ മിഠായൊന്നും കാണാറില്ല. ഇപ്പോഴാണ് ഒരെണ്ണം ഇപ്പോൾ കണ്ടത്. അപ്പോൾ അത് നല്ലോണം സ്ക്രാച്ച് ചെയ്ത് നോക്കിയിട്ട് കുറേ സാധനങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞോട്ടോ ഉമ്മച്ചി. അപ്പോൾ ഇതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത് എന്തേ, എനിക്ക് 11 കിട്ടിയതേ, അതിലുണ്ടായതേ ഈ നോട്ട്സാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഉമ്മച്ചി വന്നപ്പോൾ കൊഴുവ കൊണ്ടുവന്നിരുന്നു കേട്ടോ. കുറച്ച് കൊഴുവ കൊണ്ടുവന്നിരുന്നു. ഉച്ചയ്ക്ക് രാത്രിക്ക് വറക്കാൻ വേണ്ടി കൊഴുവ നന്നാക്കാൻ നിൽക്കുകയാണ്. കൊഴുവ നന്നാക്കണം. അപ്പോൾ ഉമ്മച്ചിയാണ് കേട്ടോ കൊഴുവൊക്കെ നന്നാക്കണ്ടേ. ഉമ്മച്ചി കൊഴുവ നന്നാക്കി. പിന്നെ അതേ ആ കൊഴുവ ആദ്യം ഉപ്പിട്ട് നല്ലോണം കഴുകി, പിന്നെ വെള്ളം ഒഴിച്ച് കഴുകി. കൊഴുവ എന്തായ കളറ് പോകാൻ വേണ്ടി ഉപ്പിട്ട് കഴുകുമല്ലോ. അപ്പോൾ അതേ ഉപ്പിട്ടൊക്കെ കഴുകി നല്ലോണം കഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ ആ കൊഴുവൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഉപ്പ് തേക്കാം, ഉപ്പും മുളകും തേക്കാം, വറക്കാൻ വേണ്ടിയിട്ട് കായം പുരട്ടാം കേട്ടോ. അപ്പോൾ ദേ കൊഴുവ ഫുള്ള് വെള്ളമില്ലാണ്ട് കൊഴുവ മാത്രമായിട്ട് മാറ്റിയിടുന്നുണ്ട് കേട്ടോ.
പിന്നെ അതിലേക്ക് വേണ്ടത് ഉപ്പാണ് കേട്ടോ. അതേ ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പൊക്കെ നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ സാധാ മുളക് പൊടിയും കുറച്ച് സ്വർക്കയും കൂടി ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് അതിൻ്റെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം നല്ല രീതിയിൽ എല്ലായിടത്തും എത്തുന്ന നല്ല രീതിയിലൊന്ന് പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ കുറച്ച് നേരം. എന്നാലേ ഉപ്പും മുളകും നല്ല രീതിയിൽ പെട്ടെന്ന് പിടിക്കുള്ളൂ. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേ അടുത്തത് ചോറ് വെക്കാൻ വേണ്ടി അരി കഴുകാൻ കേട്ടോ. റേഷനരിയാണ് ഇന്ന് വെക്കണേ. അപ്പോൾ ദേ അത് കഴുകിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് നമ്മളെ മീൻ വറക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ ദേ അടുപ്പത്ത് വെച്ചു, മീനിട്ടു, വറുത്തെടുക്കാം കേട്ടോ. ഒന്ന് എണ്ണ ചൂടാവണ വരെ വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായിട്ട് നമുക്കത് വറുത്തെടുക്കാം കേട്ടോ. ഇതേ നമ്മളെ കൊഴുവ നല്ലോണം വറുത്ത് കോരി എടുത്തിട്ടുണ്ടോ. ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട് വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂർന്നായിരുന്നു കേട്ടോ. അപ്പോൾ ദേ അത് കോരി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ പരിപ്പും കുമ്പളങ്ങയും കറി വെച്ചിട്ടുണ്ടായി, അത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കൊഴുവ എടുത്തിട്ടുണ്ട്, പിന്നെ അച്ചാറ്. എല്ലാ ദിവസവും ഇവിടെ ഉമ്മച്ചി ഫുഡ് വാരിത്തരാനാണ് പതിവ്. ഇത് സ്നേഹം കൊണ്ടാണോ ഇനി അത് പാത്രം കഴുകാനുള്ള മടി കൊണ്ടാണോ എന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ല. എന്തായാലും എല്ലാ ദിവസവും ഇവിടെ ഉമ്മച്ചി രാത്രി ഞങ്ങൾക്ക് രണ്ടുപേർക്കും വാരി തരാനാണ് പതിവ്. എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ ബൈ ബൈ, എടുത്തിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.